ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പം ചെടി നടാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല ഉടൻ മഴ. ഇത്രയും ചെടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചെടി നടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കോള്. ഇന്നും മൊത്തം ചെയ്ത് തീർക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. ചെടിച്ചട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയധികം ചെടി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. നമ്മൾ മിക്കവാറും ഫാമിലി ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെയാണ് ചെടികളൊക്കെ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഓൺലൈനായിട്ട് കുറച്ച് ചെടികളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ മാത്രം കുറച്ചൊക്കെ വാങ്ങിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെയാണ് നമ്മൾ ചെടികളൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് നമ്മുടെ സീനിയാണ്. പണ്ടത്തെ ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ ഇന്ന് അതൊക്കെ പോയായിരുന്നു. അതുപോലെ അഗ്ലോണിമ, നല്ല വെറൈറ്റീസൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ നമ്മുടെ ബ്ലൂ ഡേയ്സ്, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു ചെടിയാണ്, അത് നമുക്ക് കിട്ടി. അതുപോലെ ഓർക്കിഡ്, അങ്ങനെ ഒത്തിരി നമുക്ക് ഇഷ്ടമുള്ള കുറേ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നടുന്ന രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ചെടികൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്, വയലറ്റ് കളറ്. ഇത് നമ്മുടെ സിങ്കോണി, ഇതിവിടെ ഉള്ളതാണ്. ഇത് കണ്ടോ, ഇത് നല്ലൊരു ചെടിയാണ്. നല്ല റെഡ് കളറായിട്ട് നല്ല ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്. ഇത് പിന്നെ നമ്മുടെ ഡാലിയ, ഇതും വലിയ ഇഷ്ടം പോലെ ഇത് നല്ല വലിയ തണ്ട കിട്ടിയേക്കുന്നത്. ഇതുണ്ട് ഡാലിയയുടെ തണ്ട. ഇത് നമുക്ക് കുറേ പ്ലാന്റ്സ് ആക്കാം നമുക്കിതേ. ഇത് എന്തോ ഒരു ഇലച്ചെടിയാണ്. ഇത് നമ്മുടെ നിത്യകല്യാണി എന്ന് പറയുന്ന പല കളറ് പൂ പിടിക്കുന്ന ഇതാണ്. നല്ല രസമുള്ള, അതിൻ്റെ പേര് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നല്ല വയലറ്റ് കളർ പൂ പിടിക്കുന്നു. ഒരുപാട് അങ്ങ് പൂ പിടിക്കും. ഇത് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങ് അഴുക്കായിപ്പോയി. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മുടെ ബ്ലൂ ഡേയ്സിയാണ്. കുഞ്ഞ് ബ്ലൂ കളർ പൂ പിടിക്കുന്ന, ഇഷ്ടം പോലെ പൂ പിടിക്കും ഇതിനകത്ത്. തണ്ട് വെച്ചാൽ മതി, നന്നായിട്ട് പിടിച്ച് കിട്ടും. മറ്റേ ഉണക്കൊക്കെ ആയിരുന്നുകൊണ്ട് കുറേ ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇത് നമ്മുടെ ടെക്കോമ പ്ലാന്റിൻ്റെ പിങ്ക് കളറാണ്. നമുക്കിവിടെ യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. ഇനി നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക് വെറൈറ്റി. ഇത് നമ്മുടെ തെറ്റിയ, നമ്മുടെ പിങ്ക് കളറ് തെറ്റിയത്. അടീനിയം ഇവിടെ അങ്ങനെ വളർത്തിയിട്ടില്ല, നല്ല തൈയാണ് കിട്ടിയേക്കുന്നത്. ഇത് നല്ല കുഞ്ഞ് വയലറ്റ് ഫ്ലവർ വരുന്നത്. അതിൻ്റെ കമ്പ് വെച്ചാൽ പിടിക്കുമോ അറിയത്തില്ല, ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചെടുത്തത്. ഇത് ചെമ്പരത്തി. ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ്, ബോർഡറായിട്ടൊക്കെ വെക്കാൻ നല്ലത്. ഇതാണ് നല്ലൊരു മഞ്ഞ കളറ് പൂ പിടിക്കുന്ന, ഇതിൻ്റെ പേരറിയത്തില്ല. ഈ ചെടിയുടെ പേരറിയാമെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ. ഒരു യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്നതാണ്. ഇതൊരു സൈസ് ഇലച്ചെടിയാണ്. പിന്നെ നമുക്ക് റോസ്, നാടൻ റോസയുടെ കമ്പ്, നമ്മുടെ വെള്ളയും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള, ചെറിയതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇനി കട്ട് ചെയ്തിട്ട് നടണം. ഇത് വേറൊരു വെറൈറ്റി ചെമ്പരത്തി. പിന്നെ ഇത് ഒത്തിരി അടുത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയായത്. ഒത്തിരി ഇങ്ങനെ ബുഷായിട്ടൊക്കെ വളർത്താൻ നല്ലതാണ്. ഇതൊരു പ്രത്യേക ഭംഗി. ഇത് നമ്മുടെ സീനിയ. പിന്നെ കുറച്ച് അരിയുണ്ട്, നമ്മുടെ ഇതാ വാടാമല്ലിയുടെ അരി. പിന്നെ ഇത് നമ്മുടെ ബോൾസ്, നാടൻ ബോൾസ്. വാടാമല്ലിയുടെ തയ്യും ഉണ്ട്. ബിഗോണിയത്തിൻ്റെ തണ്ട്.
ഇതാണ് മറ്റേ ചീരപ്പൂല്ലേ അതിൻ്റെ അരിയ. ഇത് ടെക്കോമയുടെ വേറൊരു കളറാണ്, യെല്ലോ കളറ്. ഇത് മുമ്പേ കാണിച്ചതാണ്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടികൾ. അപ്പോൾ നമ്മൾ ആദ്യം കുറേ പഴയ ചെടിച്ചട്ടികളാണ് എടുത്ത് വെച്ചേക്കുന്നത്. കുറേ 2-3 ചെടികളൊക്കെ ഒരുമിച്ചൊക്കെ നടുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കരിയില ഇടുക, അതിൻ്റെ പുറത്ത് മണ്ണിടുക. അപ്പോൾ ഇങ്ങനെ നിറയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വെയിറ്റ് നമുക്ക് എടുത്തുകൊണ്ട് പോകാനും എടുക്കാനൊക്കെ എളുപ്പമാണ്, അതുപോലെ വേരോടാനും എളുപ്പമാണ്. ഇങ്ങനെ കുറച്ച്, അപ്പോൾ നമുക്ക് അധികം മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. കരിയില കുറച്ചിട്ടു, പിന്നെ മണ്ണിട്ടു, നമ്മൾ പിന്നെയും കുറച്ച് കരിയിലയും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് മണ്ണോടിട്ട് നിറയ്ക്കുക. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് റോസ നട്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ എല്ലാം നല്ലതായിട്ട് പിടിച്ച് കിട്ടി കേട്ടോ. ഒത്തിരി നാൾ കൂടിയിരുന്നു ആ റോസ വളർത്തുന്നത്. അന്നേരം അതെല്ലാം നല്ലതായിട്ട് പിടിച്ച് കിട്ടും. അപ്പം വേരോടാനുള്ള എളുപ്പം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലൊന്ന് നിറയ്ക്കാനായിട്ട് പോവുകയാണ്. കുറേ ചെടികൾ ഒരുമിച്ച് ഇങ്ങനെ വെക്കുമ്പം ഒത്തിരി പിടിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പിന്നെ പഴയ ഗ്രോ ബാഗിലോ അങ്ങനെ വല്ലതും നടുവാണെങ്കിൽ നമുക്ക് വേരോട്ടമുള്ള മണ്ണായതുകൊണ്ട് അതിനകത്തൊക്കെ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. എല്ലാ ചെടിയും തന്നെ പിടിച്ച് കിട്ടാറുണ്ട്. ഇനി നമ്മൾ എല്ലാ ചെടിയും ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ചെടിയിലും ഇലയൊന്ന് നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് മണ്ണും കൂടെ ഇടാം. നമ്മൾ ആദ്യം ഈ ചെടി ഒന്ന് നടുവാണ്. ഇങ്ങനെ നടുന്ന കുറച്ച് മണ്ണേ ഇട്ടിട്ടുള്ളൂ. മണ്ണൊക്കെ ഇല്ലാത്തവർക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് മണ്ണുകൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ നമുക്ക് നടാം. കാരണം കൂടുതലും നമ്മൾ ഇതിനകത്ത് കരിയിലയാണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് എല്ലാ ചെടിയും ഇതുപോലെ തന്നെ ഒന്ന് നട്ടെടുക്കാം. നല്ല പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയിലായിട്ട് വെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ 2, 3, 4 പ്ലാന്റ്സൊക്കെ ഒരുമിച്ചങ്ങ് വെക്കുക. ഇനി പിടിച്ച് കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. കാരണം ഒത്തിരി ചെടി ഉള്ളതുകൊണ്ട് ചെടിച്ചട്ടി തികയത്തില്ല. എല്ലാ ചെടിയും കൂടെ ഓരോന്നോരോന്നായിട്ട് നടാനായിട്ടേ. നിങ്ങളും ചെടി നടുമ്പോഴേ ഈ രീതിയിലൊക്കെ ഒന്ന് നട്ട് നോക്കണം. നല്ലതായിട്ട് നമുക്ക് ചെടി പിടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് അധികം മണ്ണൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.